ഈ പ്രീ സ്കൂൾ സിസ്റ്റം ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരിക്കെ എങ്ങനെയാണ് ഈ അംഗൻവാടികൾ ഇതൊക്കെ ആധുനിക അല്ലെങ്കിൽ ഒരു നവീകരണത്തിലേക്ക് അല്ലെങ്കിൽ ആധുനിക ഒരു വ്യവസ്ഥിതിയിലേക്ക് ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് അത് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കുക? ഇതുവരെ ഭാരതത്തിൽ 1-ാം ക്ലാസ് മുതലാണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും കാലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പ്രീ സ്കൂൾ ഉണ്ടായി. ബാലവാടി, ശിശുവാടിക, അംഗനവാടി, പ്രീ KG, അങ്ങനെ KG എന്നൊക്കെ കിൻഡർ ഗാർഡൻ, പല പേരിൽ ഡേ കെയർ വരെയുള്ള കൺസെപ്റ്റിൽ ഇതുണ്ട്. 6-7 വയസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം എന്നുള്ളത് പഴയ ഒരു കൺസെപ്റ്റാണ്. സാഹചര്യം മാറിയതിനനുസരിച്ച് അതിനു മുമ്പുണ്ടാകേണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വികാസത്തിൻ്റെ അടിസ്ഥാനം അത് അനൗപചാരികമായി പണ്ട് വലിയ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലൂടെ ചുറ്റുപാടിൽ നിന്നും ലഭിച്ചിരുന്നത് ഇന്ന് ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ഇന്ന് ഭാരതത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കീഴോട്ടുള്ള വലിച്ചു നീട്ടിയിട്ട് 2 വർഷത്തെ KG വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. പക്ഷേ 2 വർഷം മുമ്പ് KG വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളുടെ സ്കൂൾ റിട്ടൻഷൻ, സ്കൂളിലെ പഠന പുരോഗതി പോസിറ്റീവായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതൊരു വശം. രണ്ടാമത് സാമൂഹ്യ ചുറ്റുപാട് മാറിയതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇന്ന് ബാലവാടി ഉണ്ട്. ഇന്ന് ഭാരതത്തിൽ ചെയ്യുന്നത് കുടുംബ ശിശു ക്ഷേമ വിഭാഗത്തിന് കീഴിലാണ്. പ്രത്യേകിച്ചും കുട്ടിയുടെ പോഷകാഹാരം, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കുറച്ച് അതുകൊണ്ട് ചിരിയും പാട്ടൊക്കെ ആവാം എന്നുള്ള രീതിയിലാണുള്ളത്. പിന്നെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ അതും വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് ഒരു ബന്ധമില്ല, നേരിട്ട് ബന്ധമില്ല. ബാലവാടികളുണ്ടാകുന്ന ആയമാർ ഉണ്ട്, അവർ ചില പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനെ രണ്ടിനെയും കൂടിയും നന്നായിട്ട് ഒരു ഉദ്ഗ്രതിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ചിന്ത ഇവിടെ വന്നിട്ടുണ്ട്. ECC, ചൈൽഡ് കെയർ, ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, രണ്ടും വേണം. അപ്പോൾ ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തെ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവും ബുദ്ധിപരവും ഒക്കെ ആയുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുടെ സാംസ്കാരിക പ്രക്രിയയുടെ അടിസ്ഥാനമാണ്.